എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കുമ്പോൾ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും ഒരുപാട് മുന്നറിയിപ്പുകളും ഒരുപാട് ഗുണപാഠവും അള്ളാന്റെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരും. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ടായ ഒരു അവസരമുണ്ടായിരുന്നു. തന്റെ ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവും അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തും അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത വേദനകളാണ് സമ്മാനിച്ചിരുന്നത്. തന്റെ വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് പാതിരാത്രി മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ കരയല്ല നബിയെ, എഴുന്നേക്ക് നബിയെ, അല്ല സലാം പറഞ്ഞിരിക്കുന്നു നബിയെ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ പടച്ചവൻ പറഞ്ഞിരിക്കുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഉല്ലാസ യാത്രയ്ക്ക് വിളിച്ചു കൊണ്ടുപോയ ചരിത്രം അള്ളാന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നു ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ യാത്രയെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതാ ഈന്തപ്പന പോലകൾ കൊണ്ട് നെയ്തിരിക്കുന്ന തന്റെ കുടിലിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, കരയല്ല നബിയേ, കരയല്ല നബിയേ, അങ്ങയോട് പടച്ച റബ്ബ് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ, അങ്ങയെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു നബിയേ, അങ്ങയുടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്ക് നബിയേ, വാഹനം തയ്യാറായിരിക്കുന്നു നബിയേ, നമുക്ക് അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് പോകാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ടതാ അതാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു പോവുകയാണ്. ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ കിടക്കുമ്പോഴും ഒന്നാൻ ആകാശത്തിൽ ആദം നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. പ്രവാചകനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. അതാ രണ്ടാമത്തെ ആകാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ. നൂഹ് നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാ. മൂസാ നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയാണ്. ആകാശത്തിന്റെ ഓരോ കവാടങ്ങൾ കിടക്കുമ്പോഴും പ്രവാചകന്മാരെല്ലാം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ. അതാ അല്ലാഹുവിന്റെ ആകാശത്തിന്റെ ഓരോ കവാടങ്ങളിലും മലക്കുകളെല്ലാം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകനെ വരവേൽക്കുകയാണ്. എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുമ്പോൾ ലോകത്തിന്റെ നായകൻ നോക്കുമ്പോഴതാ ഒരു മലക്ക് മാത്രം ഇരുന്ന് കരയുകയാണ്. എല്ലാ മലക്കുകളും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലതാ ആകാശത്തിന്റെ കവാടത്തിന്റെ ഓരത്ത് അതാ ഒരേ ഒരു മലക്ക് മാത്രം ഇരുന്നിട്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, അല്ലയോ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ആ മലക്ക്? എല്ലാവരും സന്തോഷിക്കുമ്പോൾ മാറിയിരുന്ന് കരയുന്ന മലക്കേതാ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോഴതാ ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മീകായിൽ എന്ന മലക്കാണ് നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ എന്ന മലക്കിനോട് ചോദിക്കുകയാണ്. എല്ലാവരും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുമ്പോൾ എന്തേ നീ മാത്രം ഇരുന്ന് കരയുന്നത്? എന്തേ നിന്റെ മുഖത്തൊരു പുഞ്ചിരിയില്ലാത്തത്? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ട് എന്തേ ഒരു സന്തോഷമില്ലാത്തത്? ആ അവസരത്തിൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മീകായിൽ എന്ന മലക്ക് പറയുകയാ, അല്ലയോ ജിബ്രീൽ, അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണമെന്ന് വല്ലാത്ത മോഹമാ.
അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോൾ ഞാൻ പുഞ്ചിരിക്കുന്നുണ്ട് ജിബ്രീൽ. പക്ഷേ ഞാൻ ചിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരറിയാതെ വരികയാണ് ജിബ്രീൽ. അതാ മീകായിൽ എന്ന മലക്ക് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, മീകായിലേ, എന്തേ നീ ചിരിക്കുമ്പോ നിന്റെ കണ്ണ് നിറയുന്നത്? എന്തേ നീ ചിരിക്കുമ്പോ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് മീകായിൽ എന്ന മലക്കിനോട് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ കണ്ണിന്റെ മുന്നിൽ എത്ര വലിയ അത്ഭുതം കാണിച്ചാലും, എത്ര വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമുണ്ടല്ലോ, എന്റെ കണ്ണിന്റെ മുന്നിൽ ഖിയാമത്ത് നാൾ വരെ കാണിച്ചാലും യാ റസൂലല്ലാഹ്, എനിക്ക് ചിരിക്കാൻ കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, എന്തേ നിനക്ക് ചിരിക്കാൻ കഴിയാത്തത്? എന്തേ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മുന്നിൽ വെച്ച് മീകായിൽ എന്ന മലക്ക് പറയുകയാണ്, യാ റസൂലല്ലാഹ്, പടച്ചവൻ നരകത്തെ സൃഷ്ടിച്ചതെന്റെ കണ്ണുകൊണ്ട് കണ്ടു നബിയേ. ആ നരകമൊന്ന് കണ്ടു നബിയേ, ആ നരകത്തിന്റെ തീ കണ്ടു നബിയേ, ആ നരകത്തിന്റെ വിളി കേട്ട് നബിയേ, ആ നരകത്തിന്റെ വലിപ്പമൊന്ന് കണ്ടുപോയി നബിയേ. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ എനിക്ക് ചിരിക്കാൻ